ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. പ്രിയമുള്ളവരെ, ഈ സ്വലാത്ത് ചൊല്ലുക എന്നത് വളരെ ശ്രേഷ്ഠതയുള്ള പവിത്രമായ ഒരു കാര്യമാണ്. അള്ളാഹു ചെയ്യുന്ന കാര്യമാണ്, അവന്റെ മലക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു പറയല്ലേ, അള്ളാഹും അവന്റെ മലക്കുകളും നബി തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലണമെന്ന് നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ വഫാത്തായത് മുതൽ ഖിയാമത്ത് നാൾ വരെ റൗള ഷരീഫിന്റെ ചാരത്ത് ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. എന്താ മലക്കിന്റെ ജോലി എന്താണ്? ആരെങ്കിലും നബിത്തങ്ങളെ സ്വലാത്ത് ചൊല്ലിയാൽ അത് നബിത്തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലാണ് ആ മലക്കിന്റെ ജോലി. എങ്ങനെയാണ് അറിയിക്കുക? ബിസ്മിഹി വസ്മി അബീഹി, അവന്റെ പേര് പറഞ്ഞുകൊണ്ട്, അവന്റെ പേര് മാത്രമല്ല അവന്റെ പിതാവിന്റെ പേര് കൂട്ടിക്കൊണ്ടാണ് നബി തങ്ങൾക്ക് അവർ അറിയിച്ചു കൊടുക്കുക. യാ മുഹമ്മദ് സ്വല്ല അലൈക ഫുലാൻ ബിൻ ഫുലാൻ, അല്ല നബി തങ്ങളെ, ഇന്ന വ്യക്തിയുടെ മകൻ ഈ വ്യക്തി അങ്ങക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് റൗള ഷരീഫിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം മലക്കുകൾ അവിടെ ഉണ്ടെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ പിതാവിന്റെ പേര് റൗള ഷരീഫിൽ എത്താനുള്ള ഒരു മാർഗമാണ് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് പതിവാക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചെല്ലുമ്പോൾ, വെള്ളിയാഴ്ച പകലിൽ ചെല്ലുന്ന സമയത്ത് അതിന് ശ്രേഷ്ഠത കൂടും. നബി തങ്ങൾ പറഞ്ഞു, അസ്മഉ ബിഉദ്നി, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുമെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ദിവസം ചൊല്ലുന്ന സ്വലാത്ത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേക മലക്കുകളുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച പകലിൽ നാം ചെല്ലുന്ന സ്വലാത്ത് നബി തങ്ങൾ നേരിട്ട് കേൾക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അസ്മഉ ബിഉദ്നി, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഈ സംസാരം നിങ്ങൾ കേൾക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് വെള്ളിയാഴ്ച രാവിൽ, അതായത് വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകലിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചെവി കൊണ്ട് നേരിട്ട് കേൾക്കുമെന്നാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ആ ദിവസങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇദാ കാന യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസമായാൽ ബഅസല്ലാഹു മലക്കൻ, അള്ളാഹു പ്രത്യേകമായ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കും. മഅഹും സൗഫും മിൻ ഫിദ്ദ, ആ മലക്കിന്റെ കയ്യിൽ വെള്ളി കൊണ്ടുള്ള പേജുകൾ ഉണ്ടാകും. വഅക്ലാമും മിനൽ ദഹബ്, സ്വർണത്തിനാലുള്ള പേനകളും ആ മലക്കിന്റെ കൈവശം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയായാൽ പ്രത്യേകം ഒരു വിഭാഗം മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവരുടെ കയ്യിൽ വെള്ളിയാലുള്ള പേജുകൾ ഉണ്ടാകും, സ്വർണത്തിനാലുള്ള പേനകൾ ഉണ്ടാകും. എന്നിട്ട് അവർ അതിൽ എഴുതുന്നത്, ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് ആ സ്വലാത്ത് മാത്രമേ അവർ ആ വെള്ളിയാലുള്ള ഏടിൽ രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ മുഖാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു ചരിത്രം. അന്ന റജുലൻ ഖാന ഗാഫിലൻ അനി സ്വലാത്തി അലാ സയ്യിദനാ മുഹമ്മദ്, ഒരു മനുഷ്യരുണ്ടായിരുന്നു. ആ വ്യക്തി നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്ന വ്യക്തിയായിരുന്നു. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അശ്രദ്ധ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യനെ ഒരിക്കൽ കടന്നുറങ്ങുമ്പോൾ ഫറഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. പക്ഷേ വലം യൽതഫത് ഇലൈഹി, നബി തങ്ങൾ ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, നബി തങ്ങൾ അവനെ മെയിൻറ്റ് ചെയ്യുന്നില്ല, നബി തങ്ങൾ അവനിലേക്ക് നോക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ നിങ്ങൾ എന്നിലേക്ക് നോക്കാത്തത്? അൻത അദ്ബാൻ അലയ്യ, നിങ്ങളെന്താ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്നോട് വല്ല കോപമുണ്ടോ റസൂലേ? എന്താ നിങ്ങൾ എന്നിലേക്ക് നോക്കാത്തത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ലാ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് കോപമൊന്നുമില്ല.
അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, പിന്നെ എന്താ നബിയെ നിങ്ങൾ എന്നേക്ക് നോക്കാത്തത്, എന്താ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ലാ അഗ്രിഫുക, എനിക്ക് നിന്നെ അറിയുകയില്ല, നീ ആരാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല, അതുകൊണ്ട് ഞാൻ നോക്കാത്തത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, യാ റസൂലുള്ളാഹ് അന റജുലുൻ മിൻ ഉമ്മത്തിക, ഞാൻ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു യുവാവാണ്, ഞാൻ അങ്ങയുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നിട്ട് അയാൾ പറയും, അല്ല നബിയെ, കിതാബിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒരു വാപ്പാക്ക് തൻ്റെ മക്കളെ എപ്രകാരം തിരിച്ചറിയുമോ അതുപോലെ തന്നെയല്ലേ പ്രവാചകന്മാർക്ക് അവരുടെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയുമെന്ന് കിതാബിലുണ്ടല്ലോ, പിന്നെന്താ നബിയെ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാത്തത്? ആ സമയത്ത് നബി തങ്ങൾ പറയാണ്, എന്നെ മഅരിഫത്തി ബി ഉമ്മത്തി, എനിക്ക് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയുന്നത് ബിഖദ്രി സലാത്തിഹിം അലയ്യ, അവർ എൻ്റെ മേൽ ചൊല്ലുന്ന സലാത്തിന്റെ കണക്കനുസരിച്ചു കൊണ്ടാണ്. എൻ്റെ മേൽ എത്രത്തോളമാണോ നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് അതിൻ്റെ കണക്കനുസരിച്ചു കൊണ്ടാണ് എനിക്ക് നിങ്ങളെ തിരിച്ചറിയുക എന്ന് നബി തങ്ങൾ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റു. ഇന്ന് മുതൽ നബി തങ്ങളുടെ മേൽ എല്ലാ ദിവസവും 100 സലാത്ത് ഞാൻ ചൊല്ലുമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അയാൾ അങ്ങനെ ഉറപ്പിക്കുകയാണ്. പിന്നീട് ആ വ്യക്തി എല്ലാ ദിവസവും നബി തങ്ങളുടെ മേൽ കൃത്യമായി കൊണ്ട് ഒരുപാട് സലാത്തുകൾ ചൊല്ലാൻ തുടങ്ങി, ഒരുപാട് സലാത്തുകൾ പതിവാക്കി. അങ്ങനെ വീണ്ടും അയാൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ നബി തങ്ങൾ വന്നുകൊണ്ട് അയാളോട് പറഞ്ഞു, അഗ്രിഫുക അൽ ആൻ, എനിക്കിപ്പോൾ നിന്നെ തിരിച്ചറിയുന്നുണ്ട്, എനിക്കിപ്പോൾ നിന്നെ തിരിച്ചറിയുന്നുണ്ട്. അഷ്ഫഉ ലക, ഞാൻ നിനക്ക് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പ് വന്നപ്പോൾ അയാൾ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാതിരുന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ ആരാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല എന്നാ പറഞ്ഞത്. പിന്നീട് അയാൾ നബി തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് പതിവാക്കിയപ്പോൾ, അഗ്രിഫുക, എനിക്കിപ്പോൾ നിന്നെ അറിയുന്നുണ്ട്, ഞാൻ നിനക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി തങ്ങൾ നമ്മെ തിരിച്ചറിയണമെങ്കിൽ ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല, ആസവീധം ചെന്ന് സലാം പറഞ്ഞ മടുത്തില്ല, മദ്ഹ് പാടി പാടി